ഇപ്പം നമ്മൾ ഫ്രണ്ട്സ് കടയ്ക്ക് പോവുകയാണ് കേട്ടോ. കടയ്ക്ക് തിരുവാതിര ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ തിരുവാതിര കാണാൻ പോവുകയാണ്. ഇപ്പം ഞങ്ങൾ മടത്തറ എത്തിയതേ ഉള്ളൂ. റെസ്റ്റ് ചെയ്യാൻ നിന്നെയാണ് കേട്ടോ. ഇനി പോവുകയാണ്, മതി. ഞങ്ങൾ 3 പേരുണ്ട് കേട്ടോ. ഞങ്ങൾ ബൈക്കിലാണ് പോകുന്നത്. നൈറ്റ് യാത്ര സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ പകുതിയൊക്കെ എത്തിയപ്പോഴത്തേക്കും മടത്തറയൊക്കെ കഴിഞ്ഞു. കടയ്ക്ക് എത്താറായപ്പോഴത്തേക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. കടയ്ക്ക് ഫുള്ള് ലൈറ്റാണ്. അമ്പലത്തിനടുത്ത് മാത്രമല്ല, കടയ്ക്ക് സിറ്റി മുഴുവൻ ലൈറ്റാണ്. കടയ്ക്ക് ഏത് ഭാഗം പേരുണ്ട് അത്രയും ഭാഗം എല്ലാം ലൈറ്റിട്ട് സൂപ്പറായിട്ട് അലങ്കരിച്ചേക്കാണ്. അടിപൊളിയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര രസമാണ് കേട്ടോ. ഞാൻ വണ്ടിയിലിരുന്നാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഭയങ്കര ഷേക്കാവുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരിടത്ത് നിർത്തി. കാരണം എന്ന് വെച്ചാൽ അവിടെ കുഞ്ഞുങ്ങൾക്ക് കാണാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അമ്മമ്മോളെ കാണിക്കാൻ വേണ്ടി അവിടെ നിർത്തി അത് കാണിച്ചു കൊടുക്കുകയാണ്. കുറച്ച് ഡോഗുകളുടെയൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അമ്മ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ അമ്പലത്തെ പരിസരത്തെത്തി കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് കളിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പോയി കണ്ടു. അമ്മയോട് ചോദിച്ചു അവിടെ കയറണമെന്ന്. പക്ഷെ അമ്മ വലിയ കൊച്ചായതുകൊണ്ട് അമ്മ പറഞ്ഞു വേണ്ടെന്ന്. പിന്നെ എനിക്ക് ഈ കടലയുണ്ടല്ലോ, കടല പുഴുങ്ങിയിട്ട്, വെള്ളക്കടല പുഴുങ്ങിയിട്ട് അതിനകത്ത് പേര് പറയാം കേട്ടോ. കുറച്ച് പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ട് സോസൊക്കെ ഒഴിച്ച്, തക്കാളി സോസൊക്കെ ഒഴിച്ച് തരുമല്ലോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരെണ്ണം എനിക്കത് വാങ്ങി ഞാനും അമ്മമ്മയോട് കഴിച്ചു കേട്ടോ. ഇത് എന്താ കടയ്ക്കലിലെ അമ്പലത്തിൻ്റെ ആ ഒരു ഇതിൻ്റെ ആയിട്ടൊരു കുളമാണ് കേട്ടോ. അതൊക്കെ സൂപ്പറായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. അതിൽ മീനൊക്കെ കണ്ടു കേട്ടോ. അതിനകത്ത് ഒരുപാട് മീനുകളൊക്കെ കിടപ്പുണ്ട്. കുഞ്ഞുങ്ങളും വലുതുമായിട്ട് ഒരുപാട് കിടപ്പുണ്ട്. പിന്നെ അവിടെയൊക്കെ നടന്ന് കുറേ കറങ്ങി. കണ്ടോ എന്ത് ഭംഗിയുണ്ടല്ലേ ലൈറ്റ് കാണാൻ. പിന്നെ കുറച്ച് ചിറയുടെ അടുത്ത് തന്നെയാണ്. കുറച്ച് നേരം ഞങ്ങൾ ആ ചിറ ചുറ്റും കറങ്ങി. ചിറ 4 സൈഡും ചുറ്റി ഞങ്ങൾ കറങ്ങി. വലിയ ചിറയാണ്. ആ ചിറയുടെ ചുറ്റുമുള്ള ലൈറ്റുകളാണ് അതൊക്കെ. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് റീലിനൊക്കെ ഞങ്ങൾ നോക്കി. റീൽസൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം ആൾക്കാരൊക്കെ വന്നും പോയി നിൽക്കുന്നതുകൊണ്ട് ഒരു ചമ്മലായിരുന്നു. അതുകൊണ്ട് എടുത്തില്ല. ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടെ നല്ല ഭംഗിയായിരുന്നു. ആ ചിറയുടെ ഇപ്പുറത്തെ ഭാഗമാണ്. അങ്ങ് നടന്നു വന്നപ്പോഴത്തേക്കും അവിടെ നല്ല രസമുണ്ട്. ഇത് റിബണാണ് കേട്ടോ തൂക്കിയിട്ടേക്കുന്നത്. റിബണിൻ്റെ ഇടയ്ക്കാണ് അവർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതുകൊണ്ട് അതൊരു ഭംഗിയായിരുന്നു. അവിടെ സെറ്റായിട്ട് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ അവിടെ എല്ലാം ചുറ്റി നടന്നു, കാര്യങ്ങളൊക്കെ കണ്ടു. നമുക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് ഐസ്ക്രീം മേടിച്ച് കൊടുത്തു. എനിക്ക് ചുമയൊക്കെ ഉണ്ട്, ഐസ്ക്രീം മേടിച്ചില്ല. അമ്മൂമ്മക്ക് മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ അമ്മൂമ്മേന് കുറച്ച് കൊതി വന്നപ്പോൾ ഒരു സ്വല്പം അമ്മൂമ്മ മേടിച്ച് കഴിച്ചു. പിന്നെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് കുറച്ച് കൊച്ചു സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങി. പിന്നെ ആളുകളെയൊക്കെ കണ്ട്, ലൈറ്റൊക്കെ കണ്ട്, മേളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അമ്പലത്തിൻ്റെ ആണ് കേട്ടോ. ഇത് അമ്പലത്തിൻ്റെ ആ പരിസരമാണ്. നല്ല ആളായിരുന്നു, ഭയങ്കര തിരക്കായിരുന്നു. കടകളിലൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തേ കയറാൻ പറ്റും. അത്രയ്ക്ക് ആളായിരുന്നു. ഞാൻ പിന്നെ കമ്മലൊക്കെ വാങ്ങി കേട്ടോ. എനിക്ക് കമ്മലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള കമ്മൽ ചേച്ചിക്കും കൂടെ വേണ്ടി അന്വേഷിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ അമ്പലം. വേറെ അവിടെയൊക്കെ നിന്ന് കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഇത് സ്റ്റേജ് പരിപാടിയായിരുന്നു കേട്ടോ. അന്ന് DJ ആയിരുന്നു. അത് കുറേ നേരം ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. നല്ല രസമായിരുന്നു കാണാൻ. അത് കുറേ നേരം കണ്ടു. അമ്മൂമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു.
അത് തന്നെ കാണാൻ ഒരുപാട് ആളായിരുന്നു. പിന്നെ കുറച്ച് ആകാശത്തൊട്ടിൽ, അങ്ങനെയുള്ള കുറച്ച് കറക്കുഞ്ഞാൽ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ കയറാൻ നിന്നില്ല. പിന്നെ കണ്ടുകൊണ്ടിരുന്നു. കയറാനൊന്നും ഭയങ്കര ക്യൂ ആയിരുന്നു. കുറേ നേരമൊക്കെ ഞങ്ങൾ ക്യൂ നിന്നു. പക്ഷെ പിന്നെ ദേഷ്യം വന്ന് അമ്മമ്മോള് തന്നെ പറഞ്ഞു പിന്നെ വേണ്ടെന്ന്. ഇതൊക്കെ നല്ല രസമുണ്ടായിരുന്നില്ലേ. ഇത് അവർ വിളിച്ച് പറഞ്ഞതാണ് എല്ലാവരും ഫോൺ ഓൺ ആക്കാൻ. അങ്ങനെ എടുത്തതാണ് അടിപൊളിയായിരുന്നതൊക്കെ. അങ്ങനെ ഞങ്ങൾക്ക് വിനീത് ശ്രീനിവാസനെ കാണാൻ പറ്റി. പാട്ടൊക്കെ സൂപ്പറായിരുന്നു. സ്വല്പം ദൂരമായിരുന്നു എങ്കിലും നല്ലോണം കാണാൻ പറ്റി കേട്ടോ. നല്ല രസമായിരുന്നു. വിനീത് ശ്രീനിവാസനെ ഞങ്ങൾ കണ്ടു. ഈ വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.